യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ചുറ്റുമതിലുകളില്ലാത്ത വീടുകളിൽ താമസിച്ചിരുന്ന ഒരു കാലം കുറച്ചു കാലം മുമ്പ് വരെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. അയൽ വീടുകളിൽ പോലും യഥേഷ്ടം പോകാനും വരാനുമുള്ള സ്വാതന്ത്ര്യം മുതിർന്നവർക്കും കുട്ടികൾക്കും ഉണ്ടായിരുന്നു. ഒരുമിച്ച് കളിക്കുകയും പഠിക്കുകയും കഴിക്കുകയും ചെയ്തിരുന്ന കാലം. അന്ന് ജാതിയും മതവും ഒന്നും നോക്കിയിരുന്നില്ല. പണത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ പോലും തടസ്സമല്ലായിരുന്നു. ഇന്ന് മതിലുകൾ ബന്ധങ്ങളെയൊക്കെ അറുത്തുമാറ്റി. തൊട്ട അയൽപക്കത്ത് പോകാൻ മുൻകൂട്ടി അനുവാദം വാങ്ങേണ്ട അവസ്ഥ വന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 24 മുതൽ 33 വരെ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് ജാതീയനായ കൊർന്നല്യോസിന്റെ വീട്ടിലെത്തുന്ന ഒരു ഭാഗമാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. കൊർന്നല്യോസ് കണ്ട ദർശനത്തിനനുസരിച്ച് പത്രോസിനെ വീട്ടിൽ വിളിപ്പിച്ചിരിക്കുകയാണ്. ഒരു യഹൂദന് മറ്റു ജാതികളിൽപ്പെട്ടവർ എപ്പോഴും ദൈവത്തിൻ്റെ കാരുണ്യത്തിന് പുറത്താണ് എന്നാണ് ചിന്തിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതും വിശ്വസിക്കുന്നതും. ആ വേർപാടിൻ്റെ നടുച്ചുവർ തകർന്നത് കാൽവരിയിൽ യേശുക്രിസ്തു യാഗമായി തീർന്നപ്പോഴാണ്. ദൈവം ദർശനത്തിലൂടെ പത്രോസിനത് മനസ്സിലാക്കി കൊടുത്തു. ദൈവം പറഞ്ഞതനുസരിച്ച് ഇതാ പത്രോസ് ജാതീയനായ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഒരു യഹൂദനെ പറ്റി നന്നായി അറിയാവുന്ന കൊർന്നല്യോസിന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ ക്ഷണം സ്വീകരിച്ച് പത്രോസ് തൻ്റെ വീട്ടിലെത്തുമെന്ന്. എന്നാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹവും അനുസരണയും വേർപാടിൻ്റെ മതിലുകൾ ഇടിച്ചു തകർത്തു. ദൈവത്തിൻ്റെ ഒരു ദൂതൻ തന്നോട് പറഞ്ഞതുകൊണ്ട് കൊർന്നല്യോസിന് ഉറപ്പുണ്ടായിരുന്നു പത്രോസ് വരുമെന്ന്. ആയതിനാൽ കർത്താവിൻ്റെ വചനം കേൾക്കാൻ ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതരെയും തൻ്റെ വീട്ടിൽ വിളിച്ചുകൂട്ടി. ദർശനം കണ്ടവൻ സംശയിക്കാതെ കാൽ മുന്നോട്ട് വെച്ചപ്പോൾ ഒന്നും കാണാത്തവൻ ക്ഷണം സ്വീകരിച്ച് കാത്തിരുന്നു. പത്രോസ് വാതിക്കൽ നിന്ന് അകത്ത് കയറിയപ്പോൾ ശതാധിപൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഒരു തരത്തിൽ ദൈവത്തിന്റെ സന്ദേശവാഹകനായ പത്രോസിനെ ആദരിക്കുകയാണ് കൊർന്നല്യോസ് ചെയ്തത്. ഒരു റോമാ ശതാധിപൻ ഒരു യഹൂദന്റെ കാൽക്കൽ വീഴുന്നത് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. ശതാധിപൻ ഏത് രീതിയിലാണ് ഉദ്ദേശിച്ചതെങ്കിലും തെറ്റായ ഒരു കീഴ്വഴക്കം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പത്രോസ് തയ്യാറായില്ല. ശതാധിപന് ശേഷം താൻ വിളിച്ചുകൂട്ടിയവരെല്ലാം കൂടി കാൽക്കൽ വീണാലോ? അത് പിന്നെ ആരാധനയായി മാറും. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ദൈവമുണ്ടാക്കിയ ഒരു സൃഷ്ടിയെയും താണു വീണ് നമസ്കരിക്കാൻ നമുക്ക് അനുവാദമില്ല. ഇന്ന് അനേകരും മനുഷ്യരെയും മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളെയും താണു വീണ് നമസ്കരിക്കുന്നു. ഇത് പാപമാണ്. ശ്രേഷ്ഠ അപ്പോസ്തലനായ പത്രോസ് അത് വിലക്കിയെങ്കിൽ അത് നാം പിന്തുടരേണ്ട ഒരു വലിയ മാതൃക തന്നെയാണ്. പത്രോസ് വീട്ടിനകത്ത് ചെന്നു വീട്ടിൽ കൂടിയിരുന്ന ജനത്തെ കണ്ടു. താൻ യഹൂദനായിരിക്കെ തനിക്ക് അന്യജാതിക്കാരോടുള്ള സമീപനം എങ്ങനെയായിരുന്നുവെന്നും ദൈവം ആ ധാരണ തിരുത്തി എന്നും വന്നുകൂടിയവരോട് അദ്ദേഹം പറഞ്ഞു. ദൈവത്തോട് താൻ എതിർ പറഞ്ഞില്ല. ശതാധിപൻ അയച്ചവരോടും എതിർ പറഞ്ഞില്ല. കഴിഞ്ഞ 2-3 ദിവസമായി താൻ അനുഭവിക്കുന്ന ഒരു പുതിയ അനുഭവം, അതിനെ അംഗീകരിക്കാൻ മാനസികമായി താൻ തയ്യാറെടുക്കുകയായിരുന്നു. അതുമല്ലെങ്കിൽ ദൈവം പത്രോസിനെ രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു എന്നും നമുക്ക് അനുമാനിക്കാം. 28-ാം വാക്യത്തിൽ പറയുന്നു, എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുത് എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും പത്രോസ് ചോദിക്കുന്നു, എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്ന്. ശതാധിപൻ പറഞ്ഞു വിട്ട സേവകർ പറഞ്ഞ് അദ്ദേഹം അറിഞ്ഞതാണ് കൊർന്നല്യോസിനുണ്ടായ ദർശനത്തെപ്പറ്റി. എന്നിട്ടും പത്രോസിന് കൊർന്നല്യോസിന്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കണമായിരുന്നു. 33-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നുവെന്ന്. ഒരു നല്ല സദസ്സായിരുന്നു അവിടെ കൂടിയിരുന്നത്. ഒരു നല്ല സദസ്സിന്റെ പ്രത്യേകതയാണ് ഈ വാക്യത്തിലൂടെ നാം പഠിക്കേണ്ടത്. എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. കുടുംബക്കാർ, സ്നേഹിതന്മാർ, എല്ലാവരുടെ മനസ്സും ശരീരവും ശതാധിപന്റെ ഭവനത്തിലുണ്ട്. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരെ കാണിപ്പാനല്ല, ശതാധിപന്റെ പ്രീതി സമ്പാദിക്കാനോ അല്ല, ദൈവസന്നിധിയിലാണ് അവർ കൂടി വന്നത്. മൂന്നാമത്തെ കാര്യം, കൂടി വന്നത് വെറും ഒരു ഗെറ്റ് ടുഗദറിനായിട്ടല്ല, രസിക്കാനോ രസിപ്പിക്കാനോ ആഘോഷത്തിനോ ഉറങ്ങാനോ അല്ല, മറിച്ച് ചിലത് കേൾക്കുവാനാണ്. ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്തത് കേൾക്കുവാൻ വേണ്ടി. നാലാമത്തെ കാര്യം, എന്താണ് കേൾക്കേണ്ടത്? കർത്താവ് കൽപ്പിച്ചത്. മാനുഷികമായ അനുമാനങ്ങളോ നിഗമനങ്ങളോ കെട്ടുകഥകളോ താല്പര്യങ്ങളോ അല്ല. ശ്രോതാക്കൾക്ക്, കേൾവിക്കാർക്ക് സുഖം പകരുന്ന പ്രസംഗം കേൾക്കാനുമല്ല. ഭൗതിക പ്രവചനങ്ങളല്ല.
മറിച്ച് ദൈവം തങ്ങളോട് പറയാൻ പത്രോസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാൻ കൂടിയിരുന്നതാണ് ആ സദസ്സ്. ഇതുപോലെയുള്ള സദസ്സിനെയാണ് ഇന്നും ദൈവം നോക്കുന്നത്. ഇങ്ങനെയുള്ള മനോഭാവമായിരിക്കണം നമ്മുടെ ഓരോ കൂടിവരവുകളിലും നമുക്കുണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ ശബ്ദം വ്യക്തമായി കേൾക്കാനായി നമുക്ക് കഴിയൂ. അല്ലാത്ത പക്ഷം വന്നവരോട് കുശലം പറയാനുള്ള ഒരു അവസരമായിട്ടും മീറ്റിങ്ങിന് ശേഷമുള്ള സൽക്കാരവുമായി നമ്മുടെ യോഗങ്ങൾ മാറ്റപ്പെടും. കൊർന്നല്യോസിന്റെ ഭവനത്തിലുള്ളവരുടെ അതേ വാഞ്ചയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ശബ്ദം നമുക്ക് കേൾക്കാനായി കഴിയും. നമ്മെപ്പറ്റി ദൈവത്തിന്റെ വിളി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.